തുറമുഖത്തിന്റെ ചരക്കു നീക്കത്തിനായുള്ള റെയിൽപാതയുടെ നിർമ്മാണത്തിന് അടുത്ത വർഷം തുടക്കമാകും. ബാലരാമപുരം മുതൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വരെയുള്ള 10.76 കിലോമീറ്റർ ദൂരത്തിലാണ് പാത നിർമ്മിക്കുന്നത്. ബാലരാമപുരം മുടവൂർപ്പാറ മുതൽ തുറമുഖ നിർമ്മാണ പ്രദേശം വരെ ഒറ്റ വരിയായാണ് പാത നിർമ്മിക്കുക. ബാലരാമപുരത്തു നിന്ന് ഇത് രണ്ടായി തിരിയും. ഒന്ന് നേമം സ്റ്റേഷനിലേക്കും മറ്റൊന്ന് ബാലരാമപുരം സ്റ്റേഷനിലേക്കും. മുക്കോല ഭാഗത്തു നിന്നാകും ഭൂമി തുറന്നുള്ള നിർമ്മാണാരംഭം. ഇവിടെ നിന്ന് ബാലരാമപുരം ഭാഗത്തേക്കും വിഴിഞ്ഞം ഭാഗത്തേക്കും രണ്ടായി തിരിയും. ഇതേ സമയത്തു തന്നെ ബാലരാമപുരത്തു നിന്നും തുരന്നു തുടങ്ങും. പാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ 65% മണ്ണായതിനാൽ തുരക്കുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയ ശേഷമാകും മുന്നോട്ടുള്ള നിർമ്മാണം. വിഴിഞ്ഞം വില്ലേജിലെ വിവിധ സർവേ നമ്പറുകളിൽ ഉൾപ്പെടുന്ന ഏകദേശം 82.90 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് കണക്ക്. പദ്ധതി പ്രദേശത്തെ 33ഓളം മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതായി വരുമെന്നും മതസാംസ്കാരിക കേന്ദ്രങ്ങളെ ബാധിക്കില്ലെന്നുമാണ് സാമൂഹ്യാഘാത പഠന റിപ്പോർട്ടിലുള്ളത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ റവന്യൂ വകുപ്പ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഭൂമി തുറമുഖ കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറും. തുടർന്ന് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. വിഴിഞ്ഞത്ത് റെയിൽ പാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി മാറ്റിപ്പാർപ്പിക്കേണ്ടത് 17 വീടുകളിൽ താമസിക്കുന്ന 38 കുടുംബങ്ങളെയാണ്. ഇതിൽ 11 വീടുകൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റണം. രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ വിഴിഞ്ഞത്ത് നിർമ്മിക്കുന്നത് ചിലവ് കുറഞ്ഞ ന്യൂ ഓസ്ട്രേലിയൻ ടണൽ രീതിയിലാണ്. ചിലവേറിയ ടണൽ ബോറിംഗ് മെഷീൻ രീതിക്ക് പകരം ചിലവ് കുറഞ്ഞ ആധുനിക ഡ്രില്ലിംഗ് ബ്ലാസ്റ്റിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഭൂഗർഭപാത നിർമ്മിക്കുന്നത്. ഇത് രാജ്യത്താദ്യമായാണ് നിർമ്മിക്കുന്നത്. ഈ രീതിക്ക് അധികം സ്ഥലം എടുക്കേണ്ടി വരില്ല. ഭൂഗർഭപാതയായതിനാൽ 5.5 ഹെക്ടർ സ്ഥലം എടുത്താൽ മതി, അല്ലെങ്കിൽ 65 ഹെക്ടർ വേണ്ടിവരും. വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടെയ്നർ നീക്കത്തിനായി നിർമ്മിക്കുന്ന ഭൂഗർഭ റെയിൽപാതയുടെ വിശദമായ പദ്ധതി രേഖയ്ക്ക് ചീഫ് ഡയറക്ടർ ഡോക്ടർ വി വേണു അധ്യക്ഷനായ പദ്ധതി നിർമ്മാണ സമിതി അംഗീകാരം നൽകി. കൊങ്കൺ റെയിൽവേക്കാണ് നിർമ്മാണ ചുമതല. ബാലരാമപുരത്തെ പ്രധാന റെയിൽവേ ലൈനുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന പാതയുടെ ആകെ നീളം 10.76 കിലോമീറ്റർ. ഇതിൽ 9.5 കിലോമീറ്റർ ആണ് ഭൂഗർഭപാത. 42 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. 36 മാസം കൊണ്ട് ടണൽ നിർമ്മിക്കും. ഇപ്പോൾ തുറമുഖ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ആദ്യഘട്ടം സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനമുണ്ടായിരുന്നത്. 2 കൂറ്റൻ ബാർജുകളിൽ കണ്ടെയ്നറുകൾ എത്തിച്ച് അടുത്ത മാസം ട്രയൽ റൺ നടത്തും. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിന്റെ ഭാഗമായി 12.75 കിലോമീറ്റർ ടണൽ, 11.2 കിലോമീറ്റർ നീളമുള്ള പീർ പഞ്ചാൾ എന്നിവയാണ് രാജ്യത്തെ ഏറ്റവും വലിയ മറ്റു 2 റെയിൽവേ ടണലുകൾ. റെയിൽപാത നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ കണ്ടെയ്നർ നീക്കം റോഡ് മാർഗമായിരിക്കും. ഇതിനായി കന്യാകുമാരി ഹൈവേയുമായി ബന്ധിപ്പിച്ച് തുറമുഖ റോഡ് വീതി കൂട്ടി. തുറമുഖ കമ്പനിയും സംസ്ഥാന സർക്കാരും ചേർന്നാകും നിർമ്മാണം. പണം കണ്ടെത്താൻ കേന്ദ്ര സർക്കാരും സഹായിക്കും.